പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നൈറ്റ് വിജിലിലൂടെ ദൈവം ഈ ശുശ്രൂഷയിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. തുടർന്നുള്ള സമയങ്ങളിൽ നമ്മുടെ ജീവിക്കുന്നവനായ ദൈവം ശാലോം നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവാനുഭവങ്ങളും വായിച്ച് പങ്കുവെച്ച് ദൈവത്തെ മഹത്വപ്പെടുന്ന ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ശാലോമിൻ്റെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ ശുശ്രൂഷ ചെയ്യുന്ന ജിനോബി ജോസ് ആണ്. ജിനോബി ജോസിനോട് ചേർന്നുകൊണ്ട് തുടർന്നുള്ള സമയങ്ങൾ കത്തിലൂടെയുള്ള ദൈവാനുഭവങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് ഈ രാത്രിയിൽ കുറേയും കൂടെ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാം. കർത്താവിൽ പ്രിയ ദൈവജനമേ, നമ്മുടെയൊക്കെ ജീവിതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒത്തിരിയേറെ അനുഗ്രഹത്തിൻ്റെ ഒരു രാത്രിയിലാണ് നമ്മളായിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതങ്ങളിൽ വർഷിക്കപ്പെടുന്ന രാത്രിയാണിത്. ഇത് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒരു രാത്രിയാണ്. ഒരുപക്ഷെ ഈ രാത്രി ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഒരുപാട് നീറുന്ന അനുഭവങ്ങളുണ്ടാവാം, ഒരുപാട് സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവാം, കണ്ണുനീരിൻ്റെ അനുഭവങ്ങളുണ്ടാവാം, നമ്മെ ഒത്തിരിയേറെ ഭാരപ്പെടുത്തുന്ന ചിന്തകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവാം. തിരിച്ചറിയുക, വചനം ഈ രാത്രിയിൽ നിന്നോട് പറയുന്നു, സഫാനിയ 3:17, നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയ ദൈവജനമേ, ഈ രാത്രിയിൽ നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന ദൈവം, നിന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവം, നിന്റെ കണ്ണുനീരിനെ സുഖപ്പെടുത്തുന്ന ദൈവം, നിന്നെ ആലിംഗനം ചെയ്യുന്ന ദൈവം നിന്റെ സമീപത്ത്, നിന്റെ മധ്യേ നിൽപ്പുണ്ട്. ആ ദൈവത്തെയാണ് ഈ രാത്രിയിൽ നമ്മൾ ഒന്ന് ചേർന്ന് ആരാധിക്കുന്നത്. 2 കൊരിന്തോസ് 6:2 ഇപ്രകാരം പറയുന്നു, ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. അത് എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് ഇത് സ്വീകാര്യമായൊരു സമയമാണ്. ഇത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയുടെ ഒരു ദിവസമാണ്. വലതുകരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, പറഞ്ഞാൽ വിശ്വസിക്കാത്തൊരു പ്രവൃത്തി ഇതാ ഈ രാത്രിയിൽ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നു. നമുക്ക് ആ ദൈവത്തെ ആരാധിക്കുവാനായി ഒന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഓർക്കുക, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം ഇതാ ഈ രാത്രിയിൽ നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്നു. ഹബക്കൂക്ക് പ്രവചനം 1:5 പറയുന്നത് പോലെ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി ഇതാ ഈ നാളുകളിൽ നിന്റെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് ചെയ്യുവാൻ പോകുന്നു. ഇരു കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുക. നമ്മുടെ ഭാരങ്ങളെ ഈ കരങ്ങളിൽ ഉയർത്തിപ്പിടിക്കുക, നിയോഗങ്ങളെ കരങ്ങളിൽ ഉയർത്തിപ്പിടിക്കുക, കുടുംബത്തെ കരങ്ങളിൽ ഉയർത്തിപ്പിടിക്കുക, ജീവിത പങ്കാളിയെ, മക്കളെ എല്ലാം ഉയർത്തിപ്പിടിക്കുക. ഇതാ ഈ രാത്രിയിൽ, അത്ഭുതങ്ങളുടെ ഈ രാത്രിയിൽ ലോകത്തോടൊന്നു ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അനേകായിരങ്ങൾ ഈ രാത്രി ആരാധനയിൽ പങ്കുചേരുന്നു. പ്രിയ, അവരോടൊന്നു ചേർന്ന് ഈ രാത്രിയിൽ നമ്മളും ദൈവത്തെ ആരാധിക്കുവാൻ പോകുന്നു. ഇരു കരങ്ങളും ഉയർത്തി, മനമുയർത്തി, സ്വരമുയർത്തി സജീവനായ ദൈവത്തെ ഒന്ന് ആരാധിക്കുക. എല്ലാം മറന്നൊന്ന് ആരാധിക്കുക. എൻ്റെ യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. രോഗങ്ങളെ സുഖപ്പെടുത്തുന്നവൻ, രോഗികളെ സുഖപ്പെടുത്തുന്നവൻ, അന്ധന് കാഴ്ച നൽകിയവൻ, ചെകിടന് കേൾവി നൽകിയവൻ ഇതാ ഇപ്പോൾ നിന്റെ മധ്യേ നിൽക്കുന്നു. ആ ദൈവത്തെ കണ്ടുകൊണ്ട് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ എന്ന് വിളിച്ചാരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപകൾ ഇറങ്ങട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന, ആരാധന. താളത്തിൽ കരങ്ങളടിച്ച് ദൈവജനം ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു. സജീവനായ ദൈവത്തെ ആരാധിക്കുന്നു. എല്ലാം മറന്ന് ആരാധിക്കുന്നു. സങ്കടങ്ങളെ കൊടുത്ത്, ഭാരങ്ങളെ കൊടുത്ത് എല്ലാവരും ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു.
വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. കരങ്ങളെ ഉയർത്തി അടിക്കുന്നു. കരങ്ങൾ താഴ്ത്തി ഈ രാത്രിയിൽ നമ്മളെ ഭാരപ്പെടുത്തുന്ന എല്ലാ അവസ്ഥകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഒരുപക്ഷെ നീ രോഗിയായിരിക്കാം, അനേക ചികിത്സകൾ ചെയ്തിട്ടും സുഖപ്പെടാത്ത അവസ്ഥയിലായിരിക്കാം. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിലെ അവസ്ഥകൾ ഓർക്കുമ്പോൾ ചങ്ക് പൊട്ടിപ്പോകുന്ന അനുഭവം നിനക്കുണ്ടാവാം. നിന്റെ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ, ജീവിത പങ്കാളിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ ദൈവമേ എന്നോട് ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. പ്രിയരെ, ചെങ്കടലിൻ്റെ മുൻപിലാണ് നീ നിൽക്കുന്നതെങ്കിലും ഓർക്കുക, അതിന് നടുവിലൂടെ ഒരു വഴിയൊരുക്കുവാൻ നിന്റെ ദൈവത്തിന് സാധിക്കും. എത്രയേറെ വലിയ തിരമാലകൾക്ക് മുൻപിലാണ് നീ നിൽക്കുന്നതെങ്കിലും ആ തിരമാലകളെ മാറ്റി അതിലൂടെ നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുവാൻ നിന്റെ ദൈവത്തിന് സാധിക്കും. വിശ്വാസത്തോടെ കരങ്ങളടിച്ച് ആ നല്ല ദൈവത്തെ കണ്ടുകൊണ്ട് നമുക്ക് ആരാധിക്കാം. ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുവതോ മനമേ, ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുവതോ മനമേ, ചെങ്കടൽ നേരെ കൈ നീട്ടു, നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. കരങ്ങളെ ഉയർത്തി അടിക്കുന്നു. ഇരുകരങ്ങൾ നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവപക്കലേക്ക് കരങ്ങൾ ഉയർത്തി മനമുയർത്തി മക്കളൊന്ന് ചേർന്ന് ആരാധിക്കുന്നു. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരു കരങ്ങളും ഉയർത്തി ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ശാന്തമായ അവിടുത്തെ സന്നിധിയിലിരിക്കാം. കഴിഞ്ഞ നാളുകളിൽ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ അനേകായിരങ്ങളുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിലേതാനും കത്തുകൾ ദൈവനാമ മഹത്വത്തിനായി ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്നും മേരി ജോസഫ് എന്ന സഹോദരി എഴുതുന്നു, കർത്താവായ ഈശോ എൻ്റെ കുടുംബത്തോട് കാണിച്ച അതിരറ്റ കാരുണ്യത്തെ അറിയിക്കാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. എൻ്റെ ഭർത്താവിന് 35 വർഷങ്ങളായിട്ട് സോറിയാസിസ് എന്ന രോഗമുണ്ടായിരുന്നു.
അദ്ദേഹം രോഗശമനത്തിന് വേണ്ടി വെജിറ്റേറിയൻ ഡയറ്റായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാലും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ രോഗം ഗൗരവതരമായി ഉണ്ടാകുമായിരുന്നു. പല ആയുർവേദ മരുന്നുകളും അലോപ്പതിയും പരീക്ഷിച്ചു. ഒന്നിനും സൗഖ്യം നൽകാൻ സാധിച്ചില്ല. അങ്ങനെയിരിക്കെ 2015 നവംബർ മാസത്തിലെ നൈറ്റ് വിജിൽ പ്രാർത്ഥനയിൽ ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ TV-യുടെ മുൻപിലിരുന്ന് സജീവമായി പങ്കെടുത്തു. ആരാധനാ സമയത്ത് ഞങ്ങൾ മുട്ടുകുത്തി നിന്ന് ദിവ്യകാരുണ്യനാഥനെ സ്പർശിച്ച് ഈ രോഗം മാറ്റിത്തരാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. പ്രിയരെ, കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അതിൽ പിന്നെ ഇന്ന് വരെ ഇപ്പോൾ 3 വർഷമാകാൻ പോകുന്നു. ഈ രോഗം എൻ്റെ ഭർത്താവിനെ അലട്ടിയിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ എല്ലാ ഭക്ഷണവും കഴിക്കുന്നു. ഞങ്ങളോട് കരുണ കാണിച്ച കർത്താവിന് 1000 നന്ദി അർപ്പിക്കുന്നു. പ്രിയരെ, കഴിഞ്ഞ 35 വർഷങ്ങളായി സോറിയാസിസ് രോഗത്തിന് അടിമയായിരുന്നൊരു സഹോദരനെ ദൈവം അത്ഭുതകരമായിട്ട് സുഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ 3 വർഷമായി ആ വ്യക്തിക്ക് രോഗമില്ല. കരങ്ങളടിച്ച് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് ആരാധിക്കാം. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. കൊല്ലത്ത് നിന്നുമാണ് ഈ കത്തെഴുതുന്നത്. ഞാനൊരു നഴ്സിംഗ് BSc വിദ്യാർത്ഥിനിയായിരുന്നു. കോഴ്സ് കഴിഞ്ഞിട്ട് 4 വർഷമായിട്ടും ഒരു വിഷയം, അനാട്ടമിയുടെ ഫസ്റ്റ് പേപ്പർ എനിക്ക് ലഭിക്കാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഷാലോം TV-യുടെ നൈറ്റ് വിജിലിനോടൊപ്പം ഞങ്ങളും കുടുംബമൊന്നാകെ ശക്തമായി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. ദൈവം തന്ന ഈ വിജയത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയരെ, കോഴ്സ് കഴിഞ്ഞ് 4 വർഷമായിട്ടും പാസ്സാകാതിരുന്നൊരു വിഷയത്തിൽ ദൈവം ഈ രാത്രി ആരാധനയിൽ അത്ഭുതകരമായി ഒരു സഹോദരിയുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് വീണ്ടും നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും നിഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും നിഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. നിത്യം പാടി പുകഴ്ത്തിടുവിൻ. എൻ്റെ പേര് വിജി റെജിൻ. തൃശ്ശൂർ ജില്ലയിലാണ് താമസം. എൻ്റെ ഭർത്താവ് മസ്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഫാമിലി വിസ ലഭിക്കുന്നതിനായി അപേക്ഷ കൊടുത്തിരുന്നു. പെട്ടെന്ന് തന്നെ എല്ലാ മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുമതി ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടാൻ തുടങ്ങിയത്. ഭർത്താവിൻ്റെ ജോലിയുടെ പ്രൊഫഷൻ മാറ്റിയാൽ മാത്രമേ വിസ ലഭിക്കൂ എന്ന അവസ്ഥ വന്നു. അപ്പോൾ അതിനായി ശ്രമിച്ചപ്പോൾ ആ രാജ്യത്ത് താൽക്കാലികമായി എല്ലാ ജോബ് വിസകളും തടഞ്ഞു വച്ചിരിക്കുകയാണെന്നറിഞ്ഞു. പ്രതീക്ഷ കൈവിട്ട ഞങ്ങൾ ഏക ആശ്രയം ഈശോ തന്നെയാണെന്ന് മനസ്സിലാക്കി മുട്ടിപ്പായി ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു. കഴിഞ്ഞ
ജൂലൈ 6-ാം തീയതി വെള്ളിയാഴ്ച ജാഗരണ പ്രാർത്ഥനയിൽ നിയോഗം എഴുതി വച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. കൂടാതെ ശാലോമിലേക്ക് ഫോണിൽ വിളിച്ച് പ്രാർത്ഥനാ സഹായവും യാചിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, 4 ദിവസം കഴിഞ്ഞപ്പോൾ ഹെഡ് ഓഫീസിൽ നിന്നും വിളിച്ചു പറഞ്ഞു, വിസ ശരിയായെന്നും എല്ലാ തടസ്സങ്ങളും മാറിയെന്നും മാത്രമല്ല ജോലിയുടെ പ്രൊഫഷൻ മാറ്റേണ്ടി വന്നുമില്ല. ഈ വലിയ അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ നല്ല ദൈവത്തിന് 1000 നന്ദി പറയുന്നു. പ്രിയരെ, അത്ഭുതകരമായി ഒരു വിസ ലഭിക്കുവാൻ വേണ്ടി ഒരു കുടുംബം ഒന്നാകെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് ആ കുടുംബത്തെ അനുഗ്രഹിച്ചതിൻ്റെ അത്ഭുത സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. വീണ്ടും ആ നല്ല ദൈവത്തിനെ പാട്ടുപാടി നമ്മൾ ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരു നിൽക്കും? വിശ്വാസത്തോടെ കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. സൈന്യവീരൻ പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. സൈന്യവീരൻ പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. ഈ കത്തെഴുതിയിരിക്കുന്നത് റായ്പൂരിൽ നിന്നും നിക്കോൾസ് തോമസ് എന്ന സഹോദരനാണ്. എൻ്റെ ഇളയ മകൾ ദീപ്തിയുടെ വിവാഹമെല്ലാം പറഞ്ഞുറപ്പിച്ചു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസയും ഇല്ലായിരുന്നു. ആ മാസത്തിലെ നൈറ്റ് വിജിലിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞു, ഈ വിവാഹം കാനായിലെ കല്യാണം പോലെ അത്ഭുതമായി നടത്തിത്തരണമേ എന്നും ഞാൻ ഇത് നൈറ്റ് വിജിലിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർച്ച നേരുകയും ചെയ്തു. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. വിവാഹം അത്ഭുതകരമായി നടത്തി തന്നു. അതിന് ഞാൻ ഈശോയ്ക്ക് 1000 നന്ദി അർപ്പിക്കുന്നു. പ്രിയരെ, ഒരു കുടുംബത്തിന് ദൈവം കാനായിലെ കല്യാണം പോലെ അവരുടെ പ്രാർത്ഥന കേട്ട് ആ മകളുടെ വിവാഹം നടത്തി കൊടുക്കുകയാണ്. ആ നല്ല ദൈവത്തെ കരങ്ങളടിച്ച് പാട്ടുപാടി നമ്മൾക്ക് ആരാധിക്കാം. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ ദയയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. ഈ കത്തെഴുതിയിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും എമിലി എലിസബത്ത് എന്ന സഹോദരിയാണ്. എനിക്ക് വിദേശത്ത് ഉപരിപഠനത്തിനായി അഡ്മിഷൻ ലഭിച്ചിരുന്നു. അതിനായി 1 വർഷത്തെ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് മാസം 13-ാം തീയതിയായിരുന്നു. ബാങ്ക് ലോൺ എടുത്ത് ഫീസ് അടയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കെയാണ് പെട്ടെന്ന് ബാങ്ക് ലോൺ ശരിയാകില്ല എന്നറിയാൻ സാധിച്ചത്. ഏകദേശം 9 ലക്ഷം രൂപയായിരുന്നു ഫീസായി അടയ്ക്കേണ്ടിയിരുന്നത്. സ്വന്തം കയ്യിൽ നിന്ന് ഇത്രയും വലിയൊരു തുക എടുക്കാൻ പറ്റിയ ഒരു സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്കില്ലായിരുന്നു. ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ശാലോം നൈറ്റ് വിജിലിൽ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചത്. തുടർന്ന്
കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച നൈറ്റ് വിജിലിൽ ഈ ആവശ്യം അപേക്ഷിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതകരമായ വിധം ഫീസ് അടയ്ക്കുന്നതിന് 2 ദിവസം മുൻപ് ഒരു കുടുംബ സുഹൃത്ത് ഫീസ് അടയ്ക്കാനുള്ള മുഴുവൻ പണവും തന്ന് സഹായിച്ചു. കർത്താവ് നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, 9 ലക്ഷം രൂപ നൽകി ദൈവം ഒരു സഹോദരിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കുകയാണ്. കരങ്ങളടിച്ച് നല്ല ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ജീവിക്കും ദൈവമേ, പാലിക്കും ദൈവമേ, ആരാധിക്കുന്നു ഞാൻ നിന്നെ എന്നും. ജീവിക്കും ദൈവമേ, പാലിക്കും ദൈവമേ, ആരാധിക്കുന്നു ഞാൻ നിന്നെ എന്നും. എന്റെ കണ്ണീർ തുടയ്ക്കുന്ന സ്നേഹമേ, എന്റെ ദുഃഖം മാറ്റിടും കാരുണ്യമേ. എന്റെ കണ്ണിൽ തുടയ്ക്കുന്ന സ്നേഹമേ, എന്റെ ദുഃഖം മാറ്റിടും കാരുണ്യമേ. ജീവിക്കും ദൈവമേ, പാലിക്കും ദൈവമേ, ആരാധിക്കുന്നു ഞാൻ നിന്നെ എന്നും. ജീവിക്കും ദൈവമേ, പാലിക്കും ദൈവമേ, ആരാധിക്കുന്നു ഞാൻ നിന്നെ എന്നും. ഈ കത്തെഴുതിയിരിക്കുന്നത് ഗുജറാത്തിലെ ബറോഡയിൽ നിന്നും അന്നമ്മ വർക്കി എന്ന സഹോദരിയാണ്. ജാഗരണ പ്രാർത്ഥനയിൽ തുടർച്ചയായി പങ്കുകൊള്ളാറുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ചേച്ചിയുടെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. 2018 മെയ് മാസത്തിൽ നടന്ന നീറ്റ് എക്സാം അവൾ എഴുതിയിരുന്നു. മോൾക്ക് ഗവൺമെൻറ് കോട്ടയിൽ മെഡിസിനിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ജാഗരണ പ്രാർത്ഥനയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അവൾക്ക് ഗുജറാത്ത് ഗവൺമെൻറ്റിൻ്റെ GMERS കോട്ടയിൽ അഡ്മിഷൻ കിട്ടി. മെഡിക്കൽ കോളേജ് വൽസാദിലാണ് കിട്ടിയിരിക്കുന്നത്. ഇത്രത്തോളം കരുണ കാണിച്ച ദൈവത്തിന് 1000 നന്ദി പറയുന്നു. മാത്രമല്ല, എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. പ്രിയരെ, ഓർക്കുക, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നൊരു സഹോദരി വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ കുടുംബത്തിൻ്റെ ആവശ്യത്തിലേക്ക് ദൈവം കടന്നു വന്ന് ആ സഹോദരിയെ അനുഗ്രഹിച്ചു. നമുക്ക് കരങ്ങളടിച്ച് പാട്ടുപാടി ആ നല്ല ദൈവത്തെ ഒരിക്കൽ കൂടി ആരാധിക്കാം. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഈശോയുടെ സന്നിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മുടെ ഇരുകരങ്ങളും അല്പം ഒന്ന് ഉയർത്തി യാചനാരൂപത്തിൽ നമുക്ക് പിടിക്കാം. അത്ഭുതങ്ങളുടെ ഈ രാത്രിയിൽ ദൈവമായ കർത്താവ് എന്നെ അനുഗ്രഹിക്കുവാനുള്ള വഴി ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മെപ്പോലെ രോഗികളും ആയിരിക്കുന്നവരും ഭാരത്താൽ വലയുന്നവരും ദുഃഖത്താൽ ക്ലേശിക്കുന്നവരും എല്ലാം ഉണ്ട്. അവരെയെല്ലാം ഈ രാത്രിയിൽ ഈശോയുടെ പക്കലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം.
കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അത്ഭുതങ്ങളുടെ ഈ രാത്രിയിൽ എന്നെ തന്നെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു. എൻ്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, ശാലോം മിനിസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മിനിസ്ട്രിയെ നയിക്കുന്ന ബെന്നി സാറിന് വേണ്ടിയും മാത്യു സാറിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോം ടിവിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലോം ടിവിയുടെ എല്ലാ പ്രോഗ്രാമുകളെയും അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, ശാലോം ടിവി സൗജന്യമായി സംപ്രേഷണം ചെയ്യുന്ന എല്ലാ DTH സംവിധാനങ്ങളെയും കേബിൾ ഓപ്പറേറ്റർമാരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ. ശാലോം ടെലിവിഷനെ താങ്ങി നിർത്തുന്ന എല്ലാ SPF മെമ്പേഴ്സിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശോയെ, ശാലോം പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലോം പ്രസിദ്ധീകരണങ്ങളെ അഭിഷേകം ചെയ്യണമേ. അതിന്റെ വായനക്കാരെ അനുഗ്രഹിക്കണമേ. ശാലോം പ്രസിദ്ധീകരണങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ശാലോം പ്രസിദ്ധീകരണങ്ങളുടെ എല്ലാ ഏജന്റുമാരെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവിനെയും എല്ലാ കർദിനാൾമാരെയും എല്ലാ വൈദികരെയും എല്ലാ സിസ്റ്റേഴ്സിനെയും എല്ലാ സമർപ്പിതരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ലോകത്തിന്റെ അതിരുകളോളം സുവിശേഷം എത്തിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ശാലോം മിനിസ്ട്രിയെ ഉപകരണമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളും നന്നായി സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധനായ ദൈവത്തെ, നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ കരമുയർത്തി മനമുയർത്തി ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Glory, 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 glory. Hallelujah, 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 hallelujah.